കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരോഗ്യ ഇൻഷുറൻസ് പുനഃസ്ഥാപിക്കണമെന്നും പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. കഴിഞ്ഞ 2 വർഷമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാത്തത് മൂലം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്ന ആയിരക്കണക്കിന് രോഗികളാണ് ബുദ്ധിമുട്ടിലായത്. ഇടതു സർക്കാരും സ്ഥലം MLA VN വാസവനും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിബിൻ വല്ലേരി അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബിൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. 500 രൂപ കുത്തക ആശുപത്രികൾ, പ്രൈവറ്റ് ആശുപത്രികൾക്ക് പോലും ഇല്ലാത്ത രീതിയിൽ നിരക്കുകൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമരവുമായിട്ട് മുന്നോട്ട് വരുന്നത്. നോക്കുക, ഇന്ന് തങ്ങളുടെ സമീപത്തുള്ള തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് ഈ ആശുപത്രിയിൽ രോഗിയെ സന്ദർശിക്കണമെങ്കിൽ 25 രൂപ ഫീസ് ഈടാക്കുന്ന രീതിയിലേക്ക് ഈ ആശുപത്രി മാറുകയാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ഇവിടെ ജീവൻ സംരക്ഷിക്കുന്നതിനാണോ അതുപോലെ തന്നെ ജീവൻ എടുക്കുന്നതിനാണോ ഈ ആശുപത്രി നേതൃത്വം നൽകുന്നതെന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയനും ഇവിടെ നിന്നുള്ള MLAയും കേരളത്തിന്റെ ബഹുമാന്യ മന്ത്രിയുമായുള്ള വാസവനടക്കം നേതൃത്വം കൊടുക്കുന്നത് സാധാരണക്കാരുടെ ജീവൻ എടുക്കുന്നതിനാണെന്നുള്ളത് നവീൻ ബാബുവിന്റെ കാര്യമാണേലും പെരിയയിലെ ആ 2 കൃപേഷ് എന്ന് പറയുന്ന ചരിത്രകാരൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരുടെ കാര്യം നമ്മൾ എടുത്താൽ മനസ്സിലാവും. KPCC സെക്രട്ടറി ഫിലിപ്പ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ആ രോഗിയെ ചികിത്സിക്കാനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു ആശുപത്രിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ ഇന്ന് ഇവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ ചുറ്റുപാടുമൊക്കെ ഒത്തിരി കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്. DCC വൈസ് പ്രസിഡന്റ് G ഗോപകുമാർ, DCC ജനറൽ സെക്രട്ടറി M മുരളി, ആർപ്പുകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോബിൻ തക്കാടം തുടങ്ങിയവർ പ്രസംഗിച്ചു.